സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സ് എരമല്ലൂർ വടതല. കവിയും ഗാനരചയിതാവുമായ രാജീവ് ഇലന്തൂറിന്റെ കവിതാ സമാഹാരമായ ഹൃദയലിപി പ്രകാശനം ചെയ്തു. കവിതാ സംഗമം പ്രശസ്തി പബ്ലിക്കേഷൻ പ്രസിദ്ധീകരിക്കുന്ന കവിയും ഗാനരചയിതാവുമായ രാജീവ് ഇലന്തൂറിന്റെ ഏറ്റവും പുതിയ കവിതാ സമാഹാരമായ ഹൃദയലിപി പ്രകാശനം ചെയ്തു. പത്തനംതിട്ട ടൗൺ ഹാളിൽ വെച്ച് നടന്ന പ്രൗഢഗംഭീരമായ സാംസ്കാരിക സദസ്സിൽ തിരക്കഥാകൃത്ത്, സംവിധായകൻ, നിരൂപകൻ എന്നീ നിലകളിൽ പ്രശസ്തനും MG സർവകലാശാല പ്രൊഫസറുമായ ഡോക്ടർ അജു കെ നാരായണൻ പുസ്തകത്തിന്റെ ഔദ്യോഗിക പ്രകാശനം നിർവഹിച്ചു. ചെറുകിട പ്രസാധകർ അച്ചടി സംരംഭങ്ങളുമായി മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. ഞാനതിനെ വലിയ സാർത്ഥകമായ മുന്നേറ്റമായിട്ടാണ് കാണുന്നത്. ഈ പ്രസാധകർക്കെല്ലാം പുസ്തകം അച്ചടിച്ച് പണം തിരികെ കിട്ടുന്നുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യം വേറെ. പക്ഷേ ഒരു നാട്ടിൽ ഇത്രമാത്രം പ്രസാധനശാലകൾ ഉണ്ട് എന്നതും പ്രസാദിപ്പിക്കാൻ വേണ്ടി അതിൻ്റെ സംഘാടകരുണ്ട് എന്നുള്ളതും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ അവർ തന്നെയോ അല്ലെങ്കിൽ മറ്റ് ഏജൻസികളോ ഉണ്ട് എന്നുള്ളത് നാടിൻ്റെ പുരോഗമനത്തെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് കൊച്ചു കേരളം, കൊച്ചു മലയാളം എന്നൊക്കെ പറഞ്ഞാലും അത് വലിയ മലയാളവും വലിയ കേരളവുമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന സന്ദർഭമാണ് ഇത്തരം പുസ്തക പ്രസാധന സംരംഭങ്ങൾ. ഒരുപക്ഷെ 19 കൊല്ലക്കാലം മുമ്പ് മലയാളത്തിലെ കവികളുടെ പേരെടുത്താൽ ഒരുപക്ഷെ 50-ൽ താഴെ കവികൾ മാത്രമായിരിക്കും ഉണ്ടാവുക. പ്രസിദ്ധരായ, മഹനീയരായ, മഹത്തുക്കളായ കവികളെ മാത്രമാണ് നമ്മൾ കവികൾ എന്ന് വിളിച്ചിരുന്നത്. അക്കാലത്ത് മധ്യവർത്തികളായ അല്ലെങ്കിൽ ചെറിയ മട്ടിൽ എഴുതുന്ന കവികൾ ഇല്ലെന്നല്ല, പക്ഷെ അവരെ ഒന്നും നമ്മൾ കവികളായി അംഗീകരിക്കുന്ന ഒരു താല്പര്യം പൊതുജനത്തിനുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോഴങ്ങനെയല്ല സ്ഥിതി. വലിയ കവികളെ പോലെ തന്നെ ചെറിയ കവികളും അവരുടെ വലുമയെ ഉയർത്തിക്കാട്ടുന്ന സാംസ്കാരിക സന്ദർഭത്തിലേക്ക് നമ്മൾ വിടർന്നു വന്നിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എഴുത്തുകാരനും അധ്യാപകനുമായ പ്രൊഫസർ മാലൂർ മുരളീധരൻ ചടങ്ങിൽ ആദ്യപ്രതി ഏറ്റുവാങ്ങി. പുതിയ കാല കവിതയിലെ പുത്തൻ ശൈലിയാണ് ഹൃദയലിപി അടയാളപ്പെടുത്തുന്നതെന്നും കേവലം വരികൾക്കപ്പുറം ഒരു ഞാനും നീയും തമ്മിലുള്ള ഹൃദ്യമായ സംവാദത്തിന്റെ കാവ്യവ്യവഹാരമാണ് ഈ കൃതിയെന്നും ഡോക്ടർ അജു കെ നാരായണൻ തന്റെ പ്രസംഗത്തിൽ അഭിപ്രായപ്പെട്ടു. ഇലന്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KP മുകുന്ദൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കവിതാ സംഗമം പ്രശസ്തി പബ്ലിക്കേഷൻ പ്രതിനിധി ബിനു KV സ്വാഗതം പറഞ്ഞു. കേരള കൗമുദി സീനിയർ എഡിറ്ററും സാഹിത്യകാരനുമായ വിനോദ് ഇളംകൊല്ലൂർ പുസ്തകം വായനക്കാർക്കായി പരിചയപ്പെടുത്തി. പ്രകൃതിയുടെ പച്ചപ്പും കാലത്തിന്റെ നേർവരകളും ജീവിതത്തിന്റെ ആത്മീയ വെളിച്ചവും ലളിതമായ ഭാഷയിൽ അടയാളപ്പെടുത്തുന്നതാണ് ഇതിലെ കവിതകളെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ സ്റ്റെല്ല തോമസ്, വികാസ് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി അനീഷ് കൃഷ്ണ, കേരള വിഷൻ റിപ്പോർട്ടർ പ്രസാദ് മാവിനേത്ത്, പ്രൊഫസർ K രാജേഷ് കുമാർ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. തന്റെ കാവ്യജീവിതത്തിലെ ഏറ്റവും സുപ്രധാന നിമിഷത്തിൽ കൂടെ നിന്ന് എല്ലാവർക്കും ഗ്രന്ഥകർത്താവായ രാജീവ് ഇലന്തൂർ ചടങ്ങിൽ നന്ദിയും മറുപടി പ്രസംഗവും നടത്തി. സാംസ്കാരിക സാമൂഹ്യ രംഗത്തെ പ്രമുഖരും വായനക്കാരും ഉൾപ്പെടെ വൻ ജനപങ്കാളിത്തത്തോടെയാണ് പ്രകാശന ചടങ്ങ് സമാപിച്ചത്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.